1925 RSS സ്ഥാപിച്ചു. പക്ഷേ കോൺഗ്രസ്സിൽ നിന്ന് രാജിവെക്കുകയോ കോൺഗ്രസ് പുറത്താക്കുകയോ ചെയ്തില്ല. കാരണം കോൺഗ്രസ് വേറൊരു പ്ലാറ്റ്ഫോമാണ്, RSS ഒരു പോസിറ്റീവ് പ്ലാറ്റ്ഫോമാണ്. സമരം ചെയ്യാൻ ഡോക്ടർ ജി എന്ത് ചെയ്തു? സർസംഘചാലക് പദവി ഉപേക്ഷിച്ച് ഒരു പരാഞ്ച്പൈ എന്ന് പറഞ്ഞ ഒരാളിനെ ഏൽപ്പിച്ചിട്ട് സമരത്തിന് പോയി. അവിടെ പോയി ജയിലിലായി. 1.5-2 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു. പരാഞ്ച്പൈ തിരിച്ച് സർസംഘചാലക് പദവി ഡോക്ടർ ജിക്ക് കൊടുത്തു. നമ്മൾ സാധാരണ 2ാം സർസംഘചാലക് എന്ന് പറയാറില്ലേ ഗുരുജിയെ? വാസ്തവത്തിൽ 2ാം സർസംഘചാലക് ടെക്നിക്കലി പറഞ്ഞാൽ പരാഞ്ച്പൈ ആണല്ലോ. അദ്ദേഹത്തെ ഏൽപ്പിച്ചു സർസംഘചാലക് സ്ഥാനം. എന്നിട്ട് പോയി തിരിച്ചു വന്നു, വീണ്ടും അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ ആ ഡോക്ടർ ജി 3ാം സർസംഘചാലകായി, ഗുരുജി 4ാം സർസംഘചാലകായി. സാങ്കേതികമായിട്ട് എനിവേ അത് പോട്ടെ, നമ്മൾ ആ ഒരു പീരീഡ് കണക്ക് കൂട്ടാറില്ല. പരാഞ്ച്പൈ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻ്റ് ആയിരുന്നല്ലോ, അതുകൊണ്ട് ആരും അത് കൂട്ടാറില്ല. പ്രധാനമന്ത്രിയായിട്ട് 1-2 തവണ ഗുൽസാരിലാൽ നന്ദ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായിട്ട് കൂട്ടാറില്ല. മുൻ പ്രധാനമന്ത്രിമാർ എന്ന് പറയുന്ന ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല. സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻ്റാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഇൻസിഡൻ്റലി ഇത് പറഞ്ഞതേ ഉള്ളൂ. ഹൗ RSS വാസ് ഡിറ്റാച്ച് ഫ്രം പൊളിറ്റിക്സ്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവകഥ പറഞ്ഞത്, അല്ലാതെ എത്രാമത്തെ സർസംഘചാലകൻ എന്നുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനെ രാഷ്ട്രീയവുമായിട്ട് വേറിട്ട് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു സംഘടന. സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് പൊരുതുന്ന ഒരു സംഘടന, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് എന്ന് നോക്കി ആ പോരായ്മ നികത്താൻ പ്രവർത്തിക്കുന്ന സംഘടന, അത് RSS. ഇത് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ്സിലും സ്വാതന്ത്ര്യ സമരം ചെയ്യാനും എന്തുകൊണ്ട് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്നുള്ളത് ചിന്തിച്ച് അതിന് പരിഹാരം ചെയ്യാനും ഈ 2 ജോലികൾ ചെയ്യാനും കേശവ് ബൽറാം ഹെഡ്ഗേവാറിന് സാധിച്ചു. ബട്ട് ഒന്ന് മറ്റൊന്നുമായിട്ട് കൂട്ടിക്കുഴച്ചില്ല. കാരണം ഒന്ന് പോസിറ്റീവാണ്, മറ്റേത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു നെഗറ്റീവ് പ്രവർത്തനമാണ്. സമരം, അറസ്റ്റ്, ജയിൽ, അടിപിടി, ബഹളം, കല്ലേറ്, ഇതെല്ലാം നെഗറ്റീവാണ്. നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ബട്ട് പ്രവൃത്തി നെഗറ്റീവാണ്. സംഘത്തിൽ ഈ നെഗറ്റീവ് പ്രവൃത്തികളേയില്ല. കല്ലേറ് പഠിപ്പിക്കുന്നില്ല, ഒന്നുമില്ല. എന്നാൽ നല്ലൊരു ശരീരം ആവശ്യമാണ് മനുഷ്യന്. അതിന് അച്ചടക്കം ആവശ്യമാണ്. അത്യാവശ്യം കായിക പരിശീലനം ആവശ്യമാണ്. RSS തുടങ്ങിയ കാലത്ത് അല്പം ആയുധ പരിശീലനം ഉണ്ടായിരുന്നു. RSSൻ്റെ ഡിസൈൻ അങ്ങനെയാണ്. കാരണം ഒരു സന്നദ്ധ സംഘം രാജ്യത്തിന് വേണ്ടി ആയുധം കയ്യിലെടുക്കാനും മടിയില്ലാത്തവരായിരിക്കണം, കമ്മിറ്റ്മെൻ്റ് ഉള്ളവരായിരിക്കണം. പിന്നീട് ഈ ആയുധങ്ങൾ ഓരോന്നോരോന്നായിട്ട് കുറച്ചു. ഖഡ്ഗ, വേത്രചർമ്മ, യോഗ് ചാപ്പ്, ഇതൊന്നും ഇപ്പോൾ ശാഖയിലില്ല. ഞാനൊക്കെ പോകുമ്പോൾ ഉണ്ടായിരുന്നു. ചുരികയുണ്ടായിരുന്നു, കഠാരി, ഇതൊക്കെ പഠിപ്പിക്കുമായിരുന്നു. പിന്നെ പ്രോഗ്രസീവ്ലി അത് കുറച്ചു കൊണ്ടുവന്നു. നമ്മളുടെ യൂണിഫോം തന്നെ മാറ്റി കൊണ്ടുവന്നു. അങ്ങനെ കാലത്തിൻ്റെ മാറ്റത്തിന് വിധേയമായിട്ടാണ് സംഘം മുന്നോട്ട് വന്നത്.